ആം ആദ്മി പാർട്ടി പറയുന്നുണ്ടെങ്കിൽ പോലും, അതായത് ജയിലിനകത്ത് വെച്ചായാലും അരവിന്ദ് കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയെ തുടരും, മുഖ്യമന്ത്രി പദം രാജിവെക്കുന്നതിൽ യാതൊരു ചർച്ചയുമില്ല എന്നുള്ള കാര്യം ആം ആദ്മി പാർട്ടി പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ജയിലിനകത്ത് നിയമങ്ങൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഫയലുകൾ ഒപ്പിടാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നടത്തേണ്ട കൂടിക്കാഴ്ചകളോ ഒന്നും തന്നെ ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല ജയിലിനകത്ത് ആണെങ്കിൽ തന്നെ. അതുകൊണ്ട് എങ്ങനെ ജയിലിനകത്ത് വെച്ച് അരവിന്ദ് കെജ്രിവാൾ ഈ ഡൽഹി മുഖ്യമന്ത്രിയെ തുടരും എന്നുള്ള ചോദ്യം കൃത്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു. അതിനോടനുബന്ധിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബി.ജെ.പി. നേതാക്കൾ ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയെ സമീപിച്ചതും അദ്ദേഹം നിയമോപദേശം തേടിയതും. ഈ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് പകരം ആരെ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ള കാര്യം സജീവ ചർച്ചയിൽ ആം ആദ്മി പാർട്ടിക്കകത്ത് ഇപ്പോഴുള്ളത്. കാരണം മുൻപ് സമാന രീതിയിൽ തന്നെ ജാർഖണ്ഡിൽ സംഭവിച്ച സമയത്ത്, അതായത് ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ ഇ.ഡി. അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം രാജിവെക്കാനുള്ള സമയം തേടിയിരുന്നു. പകരം വിശ്വസ്തനായിട്ടുള്ള ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ്, അദ്ദേഹം ഇ.ഡി. കസ്റ്റഡിയിലാകുന്നത് എന്നുള്ള കാര്യം പ്രധാനമാണ്. അതിനു മുൻപ് ബീഹാറിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ലാലു പ്രസാദ് യാദവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയമിച്ചുകൊണ്ടാണ് അദ്ദേഹവും ഇ.ഡിയുടെ കസ്റ്റഡിയിലാകുന്നത്. അത്തരത്തിൽ അവിടെ നിന്നും വ്യത്യാസം അടുത്ത നിരയെ വളർത്തിയിട്ടുണ്ടോ കേജ്രിവാൾ? ഇപ്പോൾ ആം ആദ്മി പാർട്ടി തുടങ്ങിയപ്പോൾ കുറെ നേതാക്കൾ ഉണ്ടായിരുന്നു. അർജുൻ, യോഗേന്ദ്ര യാദവ് ഉണ്ടായിരുന്നു, അശുതോഷ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രശാന്ത് ഭൂഷൺ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം അരവിന്ദ് കെജ്രിവാളിന്റെ ഏകാധിപത്യമാണ് പാർട്ടിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയവരാണ്. രണ്ടാം നിരയുണ്ട്, മൂന്നാം നിരയുണ്ട്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് ഒരു പകരക്കാരനെ കണ്ടെത്തിയിട്ടുണ്ടോ? പ്രധാനമായിട്ടും അതിഷിക്ക് തന്നെയാണ് ഒരു സാധ്യത എന്ന് പറയുന്നത്. കാരണം നിലവിൽ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അതിഷി. PWD അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിഷി മർലേന വന്നേക്കാം. ഗോപാൽ റായുടെ പേര് പരിഗണിക്കുന്നുണ്ട്, ഡൽഹി ആരോഗ്യമന്ത്രിയുടെ പേര് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു തീരുമാനം വരാൻ അത് അല്പം മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടതിരിക്കുന്നു. കാരണം അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ പാർട്ടിയുടെ സ്ട്രക്ചറിന്റെ കാര്യത്തിലാണെങ്കിൽ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഇപ്പോൾ കേരളത്തിലേതാണെങ്കിൽ പിന്നെ CPM-നെ പോലെ ഒന്നും തന്നെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കേന്ദ്ര നേതൃത്വമോ അല്ലെങ്കിൽ ഭരണം താങ്ങി നിർത്താൻ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ താങ്ങി നിർത്താൻ വേണ്ടി